ടോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പോകുന്നത് കുറവലങ്ങാട് ഒരു 13.5 സെന്റ് സ്ഥലത്തില് ഒരു 1750 സ്ക്വയർ ഫീറ്റ് വരുന്ന 75 ലക്ഷം രൂപ ചോദിക്കുന്ന 2 ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റുമുള്ള ഒരു അടിപൊളി വീടിന്റെ ദൃശ്യങ്ങളാണ് ഇതാ ഈ കാണുന്നത്. നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നിയെല്ലാം പഞ്ചായത്ത് റോഡരികിരിക്കുന്ന കൂടുതൽ സ്ഥലം വേണമെന്നുള്ളവർക്ക് ഒരു 10.5 സെന്റ് സ്ഥലം കൂടി ഇതിനോട് ചേർന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതിനൊരു എക്സ്ട്രാ പൈസ കൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കുറവലങ്ങാട് പള്ളിയുടെ അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം നല്ല വീതിയുള്ള റോഡ് തന്നെ പോയി കഴിയുമ്പോൾ നമുക്ക് ഈ അടിപൊളി വീട് നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഈ വീഡിയോ കാണാം. നല്ലൊരു അടിപൊളി വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ലൊരു എന്താ പറയുക, പഞ്ചായത്ത് റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന നല്ല വീതിയുള്ള റോഡ്. നേരെ വന്നിട്ട് പഞ്ചായത്ത് റോഡിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞൊരു 100 മീറ്റർ ദൂരം പോലും ഇല്ല. അത്രയും ദൂരം വന്നു കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി വീട് ഇവിടെ പണി തീർത്ത് കിടപ്പുണ്ട്. വില്ല പോലെയുള്ള വീടുകൾ താല്പര്യമില്ലാത്ത ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു വീടാണ്. തൊട്ട് ചേർന്ന് മുട്ടി വീടുകളല്ല, എന്നാൽ ആവശ്യത്തിന് വിളിച്ചാൽ കേൾക്കുവാനുള്ള അയൽവക്കവുമുണ്ട്. 13.5 സെന്റ് സ്ഥലമാണ്. 13.5 സെന്റ് സ്ഥലത്തിനോട് ചേർന്നൊരു 10.5 സെന്റും കൂടെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് തൊട്ടപ്പുറത്ത് ആ വലതുവശത്ത് കിടക്കുന്ന സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞത്. കിണർ വെള്ളമുണ്ട്, പറ്റാത്ത കിണർ വെള്ളം. അത് നല്ല അടിപൊളി, ഒരിക്കലും പറ്റാത്ത വെള്ളമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കിണർ വെള്ളം ഇതാണ്ട് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഈ കിണർ കാണുന്നത്. കിണർ വെള്ളം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളമാണ്. വാസ്തുവെല്ലാം നോക്കി ചെയ്തിരിക്കുന്ന വീടാണ്. നല്ല ഫ്രണ്ട് വ്യൂ ഉള്ള വീടാണ്. നല്ലൊരു ഡിസൈൻ വർക്കോട് കൂടിയൊക്കെ കാഴ്ചയ്ക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും എന്നാൽ വളരെ ക്യൂട്ടായിട്ടുള്ളതുമായിട്ടുള്ള രീതിയിലുള്ളൊരു ഡിസൈനാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കൊടുത്തിരിക്കുക. ഫ്രണ്ടെല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാർ പോർച്ചിലേക്ക് കയറുന്നിടത്ത് ബാംഗ്ലൂർ സ്റ്റോണാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ കിണർ ജസ്റ്റ് ഒന്ന് കാണാം. ഇത് ഇഷ്ടം പോലെ വെള്ളമാണ് കിടക്കുന്നത്. വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇഷ്ടം പോലെ വെള്ളം കിടപ്പുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് ഈ സൈഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെയും ബാക്ക് സൈഡിലൊക്കെ ഇഷ്ടം പോലെ മുറ്റമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ വീടിൻ്റെ അകത്തേക്കൊന്ന് കയറാം. അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1850 സ്ക്വയർ ഫീറ്റാണ് വീട്. 1840 എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 1840 സ്ക്വയർ ഫീറ്റുള്ള വീട് 75 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിളാണ്. നമുക്ക് പഞ്ചായത്ത് റോഡരികിലൊക്കെ ഒരു ബാങ്കിലേക്ക് ലോണൊക്കെ കൊടുക്കുമ്പോൾ ലീഗലെല്ലാം പാസ്സാക്കുന്ന സമയത്ത് റോഡിൻ്റെ അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നും ചോദിക്കില്ല. കാരണം പഞ്ചായത്ത് റോഡിൽ നിന്ന് അല്ലെങ്കിൽ PWD റോഡിൽ നിന്ന് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏത് റോഡിൽ നിന്ന് കയറണമെങ്കിലും നമുക്ക് അവകാശം ബാങ്കുകാർ ചോദിക്കില്ല. അതേസമയം പ്ലോട്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊക്കെ നമുക്ക് അവകാശങ്ങളായിട്ട് റോഡിൻ്റെ അവകാശമാണ് എഴുതി ചേർക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി ചേർത്ത് പോകുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വീടിനകത്തേക്ക് കയറി വിശാലമായ വരെ നമുക്കിവിടെ കാണാം. നല്ല ഇൻറ്റീരിയർ വർക്കോട് കൂടി നല്ല ഒരു വാം ഫീലിംഗ് ഉള്ള ലൈറ്റോട് കൂടി തന്നെയാണ് ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ ചെയ്തിരിക്കുക. ഇവിടുന്ന് നമ്മുടെ ബെഡ്റൂമുകളാണ്. ബെഡ്റൂമുകൾ 3 ബെഡ്റൂമാണ്. ഇത് ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ബെഡ്റൂമുകളൊക്കെ അസാമാന്യ വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആണ്. എല്ലാം കൊണ്ടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി ബെഡ്റൂമുകൾ. അപ്പോൾ ഇവിടെ നമ്മുടെ ജനൽപ്പാളികൾ, അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് സമീപത്തായിട്ട് നമുക്ക് ഡ്രസ്സിങ് ഏരിയ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു വാസ്തവമാണ്. ഫൈബറിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ. അപ്പോൾ നമുക്ക് ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സോസ് ഫാന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട് എന്നത് തന്നെയാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒത്തിരി വീടുകൾ കാണുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പണിതിരിക്കുന്ന നല്ല കൺസ്ട്രക്ഷനാണ് ചെയ്തിരിക്കുന്നതെന്ന് ഒറ്റ വാക്കിൽ തന്നെ പറയുകയും ചെയ്തു. AC-യുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലുമുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കണ്ടു. തടി കൊണ്ടുള്ള ഡോറുകളാണ്, തേക്ക് കൊണ്ടുള്ള ഡോറുകളൊക്കെയാണ് കൊടുത്തിരിക്കുക. ഇവിടുന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ ലെഫ്റ്റിലേക്ക് നോക്കി കഴിയുമ്പോൾ നമ്മുടെ പാർട്ടീഷൻ വർക്കാണ്. അതിനപ്പുറത്ത് ഡൈനിങ് ഹോളാണ്. ഇവിടെ 2ാമത്തെ ബെഡ്റൂമാണ്. 2ാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോറ് കാര്യങ്ങളെല്ലാം തടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേക ഡിസൈനിൽ അങ്ങ് ചെയ്തിരിക്കുന്നതാണ്. 2 സൈഡിലും 3 പാളി ജനൽ വെച്ച് 6 പാളി ജനലിൻ്റെ എയർ സർക്കുലേഷനും വെളിച്ചവുമാണ് നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറി വരിക. അപ്പോൾ അങ്ങനെ അത്രയും നല്ല എയർ സർക്കുലേഷൻ ഉള്ളപ്പോൾ തന്നെ നമുക്ക് കാറ്റും വെളിച്ചവും ഇഷ്ടംപോലെ കയറി വരും. അപ്പോൾ നമുക്ക് നല്ല ഒരു എന്താ പറയുക,
നല്ലൊരു ഇതായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ് മുകളിലേക്ക് 2 നില പണിയണമെന്ന്, ഇപ്പം 3 ബെഡ്റൂം പോരാ 4 വേണം 5 വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഈയിടെ ഒരാൾ വിളിച്ച് ചോദിച്ചു 5 ബെഡ്റൂം വീടുണ്ടോ. 5 ബെഡ്റൂം വീടുകളൊക്കെ അങ്ങനെ വിൽക്കുവാനായിട്ട് പണിയുന്നതിൽ 5 ബെഡ്റൂം വീടുകൾ കിട്ടാൻ പാടാണ്. അപ്പോൾ ഇത് നമ്മുടെ ടി വി യൂണിറ്റാണ്. ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ടി വി യൂണിറ്റ്. അപ്പുറത്ത് ഡൈനിങ് ഹോളിലിരിക്കും, ഫുഡ് കഴിക്കുമ്പോൾ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ ടി വി. വീണ്ടും ലിവിങ് ഏരിയയിൽ വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വെക്കാം. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക. ഇവിടെ നമ്മുടെ ഇതാണ് ഡൈനിങ്, ഓപ്പൺ കിച്ചണാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലൊരു ബെഡ്റൂം കൂടിയാണ്. അപ്പോൾ 3 ബെഡ്റൂം നമ്മൾ കാണുകയാണ്. 3ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് അല്ലാത്ത, അതിന് പകരം ഒരു കോമൺ ടോയ്ലറ്റ് നമുക്ക് സ്റ്റെയർ കേസിനോട് സമീപത്ത് നമ്മൾ കണ്ടു. അപ്പോൾ നല്ല ഒരു അടിപൊളി വീട്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലായ്ക്കടുത്തല്ല, പാലായിൽ നിന്ന് കുറവലങ്ങാട്, ഏറ്റുമാനൂർ, കോട്ടയം MC റോഡുണ്ട്. MC റോഡ് നേരെ ഏറ്റുമാനൂരിന് ശേഷം കുറവലങ്ങാട് ടൗൺ, ചരിത്രമുറങ്ങുന്ന ടൗൺ എന്നാണ് കുറവലങ്ങാടിനെ വിശേഷിപ്പിക്കുക. കാരണം ഒരു എന്താ പറയുക, കുറവലങ്ങാട് പള്ളിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്രമുറങ്ങുന്ന കുറവലങ്ങാട് പള്ളിയുടെ സൈഡിലൂടെയുള്ള വഴിയെ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ, ആ വഴിയെ 1.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ അവിടെയാണ് ഈ പഞ്ചായത്ത് റോഡിലേക്ക് സ്ഥിതി ചെയ്യുന്ന ഈ വീട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പാലായിക്ക് പോകുവാനായിട്ട് സൗകര്യമാണ്. അതുപോലെ തന്നെ കുറവലങ്ങാട് കൂത്താട്ടുകുളം പോകാനായിട്ട്, ഏറ്റുമാനൂർ, കോട്ടയം പോകുവാനായിട്ട്, കൂത്താട്ടുകുളം കൂടി തൊടുപുഴ, മൂവാറ്റുപുഴ, ഇടുക്കി മേഖലയിലേക്കൊക്കെ പോകുവാനായി, എറണാകുളം സൈഡിലേക്ക് പോകുവാനൊക്കെ നല്ല സൗകര്യപ്രദമാണ്. ഈ വരുന്ന വഴിയിൽ തന്നെയൊക്കെ കടകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ട് കുറവലങ്ങാട് ടൗൺ, അല്ലെങ്കിൽ 1 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ പാലാ റോഡിലേക്ക് ഇറങ്ങാം. അത് പോകുന്ന വഴിയിലെല്ലാം പള്ളികൾ, കടകൾ, കാര്യങ്ങൾ, അമ്പലങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ സ്കൂളുകൾ, എല്ലാ സ്കൂൾ ബസ്സുകളും ഇതുവഴി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട്. എങ്കിലും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാനും പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലേക്കാണ് കയറിയത്. നല്ല കബോർഡ് വർക്കുകൾ, ACP ഉപയോഗിച്ചുള്ള നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ കിച്ചൺ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്ന നല്ലൊരു കിച്ചണാണിത്. കിച്ചണും വർക്ക് ഏരിയ ഒക്കെ നല്ല സ്പേഷ്യസ് ആണ്. നമ്മൾ പുറകുവശത്തെ മുറ്റം ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ 3 ബെഡ്റൂം, അതുപോലെ കിച്ചണ്, ഡൈനിങ്, അതുപോലെ ലിവിങ് ഏരിയ, സിറ്റ് ഔട്ട്, കാർ പോർച്ച്, ഇത്രയും അടങ്ങുന്ന അകത്തോടെ സ്റ്റെയർ കേസുള്ള നല്ല ഒരു വീടിൻ്റെ ദൃശ്യങ്ങൾ. 75 ലക്ഷം രൂപ ചോദിക്കുന്ന 13.5 സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി ഇനി 10.5 സെൻറ്റ് കൂടി സ്ഥലം കൂടി ഇതായി ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലം, ആ സ്ഥലം കൂടി ഇൻക്ലൂഡഡ് ആണ്. രണ്ടും കൂടി ഒന്നിച്ച് വേണ്ടവർക്ക് ഒന്നിച്ച്, ഒറ്റയ്ക്ക് മതിയെങ്കിൽ ഒറ്റയ്ക്കോ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.